നമസ്കാരം, ഞാൻ മരുത്തോർവട്ടം കണ്ണൻ, ഓട്ടംതുള്ളൽ കലാകാരൻ. ഞാൻ ശരിക്കും എൻ്റെ 4ാമത്തെ വയസ്സിലാണ് തുള്ളലിൻ്റെ പഠനം ആരംഭിക്കുന്നത്. അത് ഒരു തുള്ളൽ യാദൃശ്ചികമായിട്ട് മരുത്തോർവട്ടം അമ്പലത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ ആ ഒരു ഇഷ്ടം അച്ഛനമ്മമാർ അത് പിറ്റേ കൊല്ലം തന്നെ ഒരു ഗുരുനാഥനെ കണ്ടെത്തുകയാണ്. അത് ശ്രീ വയലാർ കൃഷ്ണൻകുട്ടി എന്ന ഇന്ന് കേരളം കണ്ട ഏറ്റവും മികച്ച തുള്ളൽ കലാകാരന്മാരിൽ ഒരാളായ ഏറ്റവും പ്രശസ്തനായ ശ്രീ വയലാർ കൃഷ്ണൻകുട്ടി ആശാനിലേക്ക് എന്നെ എത്തിക്കുകയാണ്. അങ്ങനെ എൻ്റെ 4ാമത്തെ വയസ്സിൽ പഠനം ആരംഭിക്കുന്നു. 5ാമത്തെ വയസ്സിൽ തുറവൂർ പുരന്ദരേശ്വരം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എൻ്റെ അരങ്ങേറ്റം. ആശാനോടൊപ്പം തന്നെ ഒരു വേദിയിൽ ഒരു ചെറിയൊരു ഗണപതി പ്രാതൽ എന്ന തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. ശരിക്കും ഈ വർഷമെന്ന് പറയുന്നത് എൻ്റെ 40 വർഷം പൂർത്തീകരിക്കുകയാണ്. കലാജീവിതത്തിൽ തുടങ്ങി അരങ്ങേറ്റം മുതൽ ഇന്നുവരെയും 40ാമത്തെ കൊല്ലമാണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ വർഷങ്ങളിൽ ഈ കലയിലൂടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, തുള്ളൽ എന്ന കലാരൂപം 1700കളുടെ അവസാനത്തിൽ കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാനായ പ്രതിഭയിലൂടെ ജന്മം കൊണ്ട കലാരൂപം. ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു തുള്ളൽ എന്ന കല. ആ കാലഘട്ടത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായിട്ടും അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ജന്മം കൊണ്ട തുള്ളൽ എന്ന കല ഏറ്റവും ജനകീയമാണ്. ആക്ഷേപഹാസ്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹാസ്യത്തിനും ആ ഹാസ്യത്തിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ വിഷയങ്ങളെ അവതരിപ്പിക്കാനായിട്ട് കുഞ്ചൻ നമ്പ്യാർക്ക് ആയി എന്നത് തന്നെയാണ് ഈ തുള്ളൽ കലയുടെ പ്രസക്തി. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്താണ് ചെയ്തിരിക്കുന്നത്, അതായത് തെറ്റുകളെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായി തന്നെയാണ് അന്നത്തെ കാലത്ത് തുള്ളൽ നമ്പ്യാരാശാൻ അവതരിപ്പിച്ചിരുന്നത്. തുള്ളലിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അഭിനയമുണ്ട്, സംഗീത ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ നൃത്തത്തിനും ലോകധർമ്മി ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് തുള്ളൽ പോലുള്ള കലാരൂപങ്ങളാണ്. മനോധർമ്മം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആർട്ട് ഫോംസ് വളരെ ചുരുക്കമാണ്. അത് തുള്ളൽ പോലുള്ള കലകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും തുള്ളലിനെ പോലെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളും ഒരു കലാകാരൻ്റെ ഹൃദയവുമായി അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ ഹൃദയവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കലാരൂപങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലാണ് ശരിക്കും പറഞ്ഞാൽ തുള്ളലിൻ്റെ വേദികളിൽ എപ്പോഴും. നമ്മുടെ ഹാസ്യത്തിലൂടെയും അഭിനയത്തിലൂടെയും പ്രേക്ഷകൻ്റെ മനസ്സ് ഏറ്റവും സന്തോഷിപ്പിക്കുക തന്നെയാണ് തുള്ളൽ എന്ന കല എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും തുള്ളൽ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ തുറവൂർ മഹാക്ഷേത്രം ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉത്സവ സമയങ്ങളിൽ 5 ദിവസവും തുള്ളലുണ്ട്. ആ തുള്ളലിന് നിറഞ്ഞ സദസ്സിലാണ് തുള്ളൽ അവതരിപ്പിക്കപ്പെടുക. അത് തന്നെ ഒരു തുള്ളൽ കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവുമാണ്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ക്ഷേത്രം, മരുത്തോർവട്ടം ശ്രീധന്വന്തരി ക്ഷേത്രം, അതുപോലെ തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രം, ഒത്തിരി ക്ഷേത്രങ്ങൾ കേരളത്തിൽ എടുത്തു പറയത്തക്ക വിധമുള്ള എല്ലാ വലിയ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും തുള്ളൽ കല അവതരിപ്പിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഒരു തുള്ളൽ കലാകാരൻ എന്ന വിധത്തിൽ എനിക്ക് അഭിമാനം തരുന്നത്. കാരണം ഏറ്റവും വേദികളും പ്രേക്ഷകരും അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ ഒരു കലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതായി കരുതുന്നത്. തുള്ളൽ കഥകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടംതുള്ളലിൽ രുക്മിണി സ്വയംവരവും കിരാതവുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഈ രണ്ട് കഥകളും എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കഥകളാണ്. പിന്നെ സന്താനഗോപാലം എനിക്കിഷ്ടമാണ്. കാരണം അതിൻ്റെ അകത്തെ പദങ്ങൾ വളരെ വളരെ മനോഹരമായ പദങ്ങളാണ്. അപ്പം സന്താനഗോപാലം എനിക്കിഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് രുക്മിണി സ്വയംവരവും കിരാതവും കഥകളാണ്. തുള്ളൽ കലയിലെ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണത്. കാരണം അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രേക്ഷകനെയാണ് തുള്ളൽ കലാകാരനെ സംബന്ധിച്ചിട്ട് വേദിയുടെ മുന്നിലിരിക്കുന്നവരാണ് എപ്പോഴും കഥാപാത്രങ്ങൾ. അപ്പോൾ അത് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ കുരങ്ങാന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ഭീമാന്ന് വിളിക്കുന്നതും തടിയാന്ന് വിളിക്കുന്നതും. അത് ആ പ്രേക്ഷകൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും തുല്യ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. ആ പ്രേക്ഷകരെ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ വേണം ഒരു അവതാരകൻ അല്ലെങ്കിൽ തുള്ളൽ അവതരിപ്പിക്കുന്നവൻ ആ അവതരണത്തെ കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് എപ്പോഴും ഒരു പ്രേക്ഷകനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായൊരു കാഴ്ചപ്പാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം പ്രേക്ഷകനും കലാകാരനും തുല്യ പ്രാധാന്യം അവിടെ കൊടുക്കുന്ന ഒരു കലയാണ് തുള്ളൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരാളെ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങ് മാർക്കിടാച്ചട എന്ന് പറയുമ്പോൾ ഒരാളെ നേരിട്ട് നോക്കി നമ്മൾ കുരങ്ങ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ആ പ്രേക്ഷകന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാതെ വരിക എന്നതാണ് അവതരണത്തിൻ്റെ രീതി. ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ കാണുമ്പം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരാശാൻ രചിച്ചത് തന്നെ ഒരു സാറ്റയർ എന്ന വിഷയത്തെ അവിടെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരാശാൻ തുള്ളൽ രചിച്ചത്. കാരണം അന്ന് രാജസദസ്സിലും അല്ലെങ്കിൽ ഒരു രാജസദസ്സിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന പ്രതിഭ. അപ്പോൾ അദ്ദേഹത്തിന് സ്വീകാര്യതയായിരുന്നു അദ്ദേഹം തുള്ളൽ എന്ന കല രചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നത്. എന്നിരുന്നിട്ട് പോലും അമ്പലപ്പുഴ ക്ഷേത്ര സന്നിധിയിൽ 300-400 വർഷം മുമ്പ്, അതായത് 1700കളുടെ അവസാന കാലഘട്ടങ്ങളിൽ തുള്ളൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായി തുള്ളൽ കല അവതരിപ്പിച്ചതിന് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷമാണ് തുള്ളൽ എന്ന കല രണ്ടാമത് ആ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചത്. ആ ആദ്യ അവതരണത്തിന് ശേഷം രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്, ഈ ക്ഷേത്ര സന്നിധിയിൽ ഇനി മേലാൽ ഈ കലാരൂപം അവതരിപ്പിക്കാൻ പാടില്ല എന്നൊരു വിലക്ക് അവിടെ നിലനിന്നിരുന്നു. ആ വിലക്ക് മാറിയത് 300 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ ആക്ഷേപഹാസ്യത്തിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കാലഘട്ടങ്ങൾ, ഈ 300 വർഷത്തെ കാലഘട്ടങ്ങളിലെ ചരിത്രവും ഇന്ന് 300 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് വീണ്ടും തുള്ളൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു 300 വർഷം തന്നെ മനസ്സിലാവും നമുക്ക് ആ ആക്ഷേപഹാസ്യം എത്രമാത്രം ആ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടം കൊണ്ട് മനസ്സിലാവും. നമ്മുടെ വാണി പിടിക്ക അത് സമ്മതമെങ്കിൽ നമ്മുടെ വാണി പിടിച്ചുക. തുള്ളൽ അവതരണത്തില് ഇപ്പോൾ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സംഗീതവും എല്ലാം തുല്യ പ്രാധാന്യമുണ്ട്. 3 തരം തുള്ളലിലും 3 തരം വേഷങ്ങളും 3 തരം താളങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇന്ന് 4ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് തുള്ളലിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് PG തലം വരെയും കുട്ടികൾ തുള്ളലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഓട്ടൻതുള്ളലാണ് ഞാൻ കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഓട്ടൻതുള്ളലിൻ്റെ ഒരു ചടുലതയും മുഖത്തെ പച്ച നിറവും എല്ലാം കുറച്ചുകൂടെ അട്രാക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തുള്ളൽ അവതരിപ്പിക്കുമ്പോൾ ഓട്ടൻതുള്ളലിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
തുള്ളലിൻ്റെ വരികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും കൊച്ചുകുട്ടികൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വരികളുണ്ട്. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നടന്നു, നറുനൈ ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമൊരു 10-100, ആനച്ചുവടൻ പപ്പടമൊരു വക ചേനക്കറി ചില പച്ചടി കിച്ചടി എന്ന് തുടങ്ങുന്ന രുക്മിണി സ്വയംവരത്തിലെ വരികളാണ് ഇന്ന് നമുക്ക് കുട്ടികൾ ആദ്യമായി തുള്ളൽ പഠിച്ചിറങ്ങുമ്പോൾ, അതായത് 4ാം ക്ലാസ്സിലെ കുട്ടികൾ തുള്ളലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചടുലതയുണ്ട്. അതുപോലെ തന്നെ പദങ്ങളുണ്ട്, ഒത്തിരി പദങ്ങളും തുള്ളലിലൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കിരാതത്തില് വരികളുണ്ട്. അത് മൃത്തിക കൊണ്ടൊരു ശിവലിംഗത്തെ തത്ര ധരിത്രിയിൽ അങ്ങുളവാക്കി, തത്ര പഴുത്തു കൊഴിഞ്ഞു കിടക്കും. ഇങ്ങനെ വരുന്ന പദങ്ങളും തുള്ളലിലുണ്ട്. അപ്പോൾ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്പ്യാരാശാൻ തുള്ളൽ എന്ന കലാരൂപം സൃഷ്ടിച്ചിരിക്കുന്നത്. തുല്യമായ പ്രാധാന്യം മറ്റ് അഭിനയത്തിനും നൃത്തത്തിനും എല്ലാത്തിനും വരുന്നുണ്ട്. അപ്പം തുള്ളലിൻ്റെ ഒരു ഓട്ടൻ തുള്ളലിൻ്റെ ചടുലത, പറയൻ തുള്ളൽ വളരെ പതിഞ്ഞ രീതിയിൽ പറഞ്ഞു ചെയ്യുന്ന ശൈലിയിലാണ് പറയൻ തുള്ളൽ ചെയ്യുന്നത്. ഒരു കാലിൽ മാത്രം ചിലങ്ക കെട്ടി ചുവന്ന പട്ടുടുത്ത് ചെറിയ നാഗപണ കിരീടം അണിഞ്ഞ് മുഖത്ത് മിനുക്കണിഞ്ഞ് രുദ്രാക്ഷമാലകൾ അണിഞ്ഞാണ് പറയൻ തുള്ളൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ ശീതങ്കൻ തുള്ളലിലേക്ക് വരുമ്പോൾ കുരുത്തോല മയ്യാഭരണങ്ങളാക്കിയിട്ടാണ്, അതും മുഖത്ത് മിനുക്കാണ്, കച്ച കെട്ടി കുരുത്തോല മയ്യാഭരണങ്ങളാക്കി, അതും വളരെ പതിഞ്ഞ രീതിയിലും തുള്ളലിൽ അത്രയും എന്താ പറയണ്ട വേഗതയില്ലാത്ത രീതിയിൽ ആണ് പറയൻ തുള്ളലും ശീതങ്കൻ തുള്ളലും അവതരിപ്പിക്കുന്നത്. നമ്പ്യാരാശാന്റെ തുള്ളൽ കൃതികൾ നോക്കുമ്പോൾ അതിന് പല മതങ്ങളാണ്. കാരണം 72 ഉണ്ട്, 62 ഉണ്ട്, 32 കഥകൾ ഉണ്ട് എന്ന് പറയുന്ന പല അഭിപ്രായങ്ങളുണ്ട്. കൃത്യമായിട്ട് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന തുള്ളൽ പുസ്തകത്തിൽ നമ്പ്യാരാശാന്റെ കൃതികളായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു 42ഓളം കഥകൾ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്പ്യാരാശാന് പുറമെ ഒത്തിരി ആൾക്കാർ, അമ്പയാറ്റ് മണിക്കർ, കോയിപ്പുറത്ത് തമ്പുരാൻ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ തുള്ളൽ രചിച്ച് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായ ഒരു കണക്ക് ഇത്ര തുള്ളലാണ് എന്നുള്ളതിനൊരു വ്യക്തമായ രേഖയില്ല. ഇപ്പോൾ അഭിനയത്തിന് എത്രമാത്രം പ്രാധാന്യം തുള്ളൽ കലയ്ക്ക് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ ആ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് പ്രേക്ഷകന് അത് ആസ്വദിക്കാൻ കഴിയുക. അപ്പം നമ്മളൊരു സ്ത്രീ കഥാപാത്രം, അല്ലെങ്കിൽ പാഞ്ചാലിയായി, അല്ലെങ്കിൽ ഒരു ഭീമസേനായി, അല്ലെങ്കിൽ ഒരു ഹനുമാനായി, അല്ലെങ്കിൽ അർജുനായി, ഈ ഓരോ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ പ്രേക്ഷകനിലേക്ക് കൂടുതൽ നമ്മുടെ കഥാപാത്രങ്ങളും കൂടെ എത്തപ്പെടും. ഇപ്പോൾ നമ്മളൊരു സ്ത്രീ കഥാപാത്രത്തെ എടുക്കുമ്പോൾ സ്ത്രീയായിട്ട് തന്നെ നമുക്ക് തോന്നണം, നമ്മൾ സ്ത്രീ അഭിനയം വരണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സിംഹം എന്നുള്ള ഇത് മുദ്ര എടുക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു ഭാവത്തിലേക്കും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പൂ വിരിഞ്ഞ് അതിലേക്ക് വണ്ട് വന്നിട്ട് പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണിക്കും. അപ്പം അതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അഭിനയം വളരെ പ്രാധാന്യമുള്ള, ഇപ്പോൾ സുരതരുണികൾ അങ്ങു നടന്നു, ആ വരികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു സുരതരുണി എങ്ങനെ നടക്കുന്നോ ആ ഒരു ഭാവത്തിൽ തന്നെ നടക്കണം. തുള്ളൽ കലാകാരൻ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത അതാണ്. ഓരോ കഥാപാത്രങ്ങളിൽ നിന്നും മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. തുള്ളൽ കലാകാരൻ ചില സമയത്ത് ഇപ്പം കല്യാണ സൗന്ദര്യം കഥ എടുക്കുന്ന സമയത്ത് ഭീമസേനൻ വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഹനുമാനിലേക്ക് മാറേണ്ടത്. ഈ ഹനുമാൻ നിൽക്കുന്ന സമയത്ത് ഭീമസേനൻ നിന്ന് ദ്രൗപദി അടുക്കൽ പറയുന്ന സമയത്ത് ദ്രൗപദിയും വേണം, ഭീമസേനനും വേണം. അപ്പം ഈ 2 കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട് എന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കണമെങ്കിൽ ഒരു തുള്ളൽ കലാകാരൻ ഈ കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും എല്ലാം അവൻ്റെ അഭിനയത്തിലൂടെ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ തുള്ളൽ അവതരിപ്പിക്കുമ്പോൾ മുദ്രകൾക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം 24 മുദ്രകളും കാണിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടാണ് തുള്ളൽ പഠിക്കുന്നത്.
തുള്ളൽ പഠിക്കുമ്പോഴും കഥകളി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ മോഹിനിയാട്ടം പഠിക്കുമ്പോഴും എല്ലാം ഈ 24 മുദ്രകളാണ് നമ്മൾ പഠിക്കുന്നത്. ഹസ്തപദാകോ മുദ്രാഖ്യ കടകോ മുഷ്ടിരിത്യപി കർത്തരീമുഖ സപ്ഞശ്ച ശുകതുണ്ടക പിത്തക, ഇങ്ങനെ പറയുന്ന മുദ്രകളിലൂടെയാണ് നമ്മൾ കാണിച്ചു വരുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് മുദ്രകൾ വെച്ച് കാണിക്കുന്നത്, ഇപ്പം രാജാവ് എന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ്, ആന, ഇങ്ങനെയുള്ള മുദ്രകൾ. ഇപ്പം ശ്രീകൃഷ്ണൻ, ഇങ്ങനെയുള്ള മുദ്രകൾ നമ്മൾ മുദ്രകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് തുള്ളൽ എന്ന് ചോദിക്കുമ്പോൾ, കഥകളി എന്ന് പറയുന്നത് വളരെയധികം മുദ്ര പ്രാധാന്യമുള്ളതും തുള്ളൽ എന്ന് പറയുന്നത് അത്രമാത്രം മുദ്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തതുമായ കലാരൂപമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വളരെ ലളിതമായ രീതിയിൽ മുദ്രാപ്രയോഗങ്ങൾ വരുന്നുണ്ട്. ശ്രീകൃഷ്ണൻ നമ്മൾ എടുക്കുന്നുണ്ട്, ഇപ്പം ശിവൻ എടുക്കുന്നുണ്ട്, ശ്രീരാമൻ, അങ്ങനെയുള്ള മുദ്രകളൊക്കെ നമ്മൾ എടുത്തു തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് മുദ്രകൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട്. പക്ഷെ വളരെയധികം പ്രാധാന്യം തുള്ളലില്ല. കാരണം അതിന് നമ്മൾ വാചികമായിട്ട് ഒരു പാടിക്കൊണ്ടാണ് നമ്മൾ തുള്ളൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ തുള്ളലിൻ്റെ പാട്ടിൽ തന്നെ ഇതിലെല്ലാ അർത്ഥങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. തുള്ളൽ പാട്ടിൻ്റെ പ്രാധാന്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പഠനവും, തുള്ളൽ പാട്ട് പഠിക്കുമ്പോൾ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം തുള്ളൽ ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ തുള്ളൽ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സബ്ബായിട്ട് നമുക്ക് മ്യൂസിക് പഠിക്കാം. അപ്പം അതുപോലെ തന്നെ അത് തുള്ളലിൻ്റെ പാട്ടിന് വളരെ ഉപകാരം ചെയ്യും. കാരണം നമ്മൾ പാടുന്ന പാട്ടിൻ്റെ ശൈലിയും അല്ലെങ്കിൽ പാടുന്ന രാഗങ്ങളും, ഒത്തിരി രാഗങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സംഗീത ഒരു ശാഖ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തുള്ളൽ പാട്ടുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നതിന് വളരെ പ്രയോജനം ചെയ്യും. നമ്മളൊരു സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ തുള്ളലിലെ സംഗീതം മനസ്സിലാക്കുന്നതിനും തുള്ളലിലെ രാഗങ്ങൾ മനസ്സിലാക്കുന്നതിനും വളരെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ തുള്ളലിൻ്റെ 3ൻ്റെയും വേഷങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുമ്പോൾ മുഖത്ത് മനയോലയാണ്. മനയോല കട്ടനീലവുമായി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് കല്ലിൽ അരച്ച് അത് മുഖത്തിട്ട്, മുൻകാലങ്ങളിൽ നമ്മൾ വെള്ള സൈഡ് വരയ്ക്കുന്നുണ്ട്, വെള്ള വളയം വയ്ക്കുന്നത് അരിപ്പൊടിയായിരുന്നു ആദ്യകാലങ്ങളിൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം അത് സിങ്ക് വൈറ്റ് എന്ന് പറയുന്ന നമുക്ക് സാധാരണ ലഭിക്കുന്ന മേക്കപ്പിന് ഉപയോഗിക്കുന്ന കളറാണ് ഉപയോഗിക്കുന്നത്. വെള്ള വരച്ച് കണ്ണും പിരികവും നീട്ടി എഴുതി ചുണ്ട് ചുമപ്പിച്ച് നമ്മൾ ഗോപിപ്പൊട്ട് തൊട്ട് കച്ച എന്നാണ് പറയുന്നത്. നമ്മുടെ അരയ്ക്ക് ചുറ്റുന്ന വെള്ള തുണിക്ക് കച്ച എന്നാണ് പറയുന്നത്. കാലിൽ കെട്ടുന്ന ചിലങ്കയ്ക്ക് കച്ചുവാണി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പാവാട, ഹസ്തഘടകങ്ങൾ, കുഴലാരം, കഴുത്താരം, മാർമാല, കൈക്കെട്ട്, തോൾക്കെട്ട്, ഹസ്തഘടകങ്ങളൊക്കെ കൂടെ കൂട്ടി ആണ് നമ്മൾ ഒരുങ്ങിയ ഒരു തുള്ളൽ കലാകാരൻ വേദിയിലേക്ക് എത്തുന്നത്. തുള്ളൽ കലാരൂപത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ, ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളൽ കലാകാരൻ വന്ന് വേദിയിൽ 1 മണിക്കൂർ അവതരിപ്പിക്കുമ്പോൾ ആ 1 മണിക്കൂർ മാത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിലേക്ക് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ദിവസങ്ങളുടെയോ പ്രയത്നമുണ്ട് ഒരു വേദിയിലേക്ക് കയറുമ്പോൾ. കാരണം നമ്മൾ ഉടുത്തുകെട്ട് കച്ച, ഈ കച്ചയൊക്കെ നമ്മൾ ചൗരി പൊടിച്ച് കുറുക്കി അതിൽ മുക്കി രാവിലെ വെയിലത്തിട്ട് ഉണക്കി അത് വളരെ സ്റ്റിഫായിട്ട് നിൽക്കണം. നല്ല പശ കൊടുത്ത് അത് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് നമ്മൾ വലിയ കയറ് വലിച്ചു കെട്ടി അതുമേൽ ഓരോ കച്ചകളും പിന്നി എടുത്തിട്ട് ആണ് ഉടുത്തുകെട്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ അതിന് മുന്നൊരുക്കങ്ങൾ ഒത്തിരിയുണ്ട്. മേക്കപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മൃദംഗക്കാരും പാട്ടുകാരും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. അപ്പം ഈ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയും അതെങ്കിൽ ഇതുപോലത്തെ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മൾ പ്രേക്ഷകർ കാണുമ്പോൾ ഇതെല്ലാം ഒരുങ്ങി വന്ന് നിൽക്കുന്ന പലപ്പോഴും ഇതിൻ്റെ അണിയറയിലേക്ക് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇതൊന്ന് കാണാനുള്ള ആകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ വേഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കച്ച കെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് വരുന്ന പ്രേക്ഷകർ വളരെ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ കഥകളിയൊക്കെ വളരെ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന അണിഞ്ഞൊരുങ്ങലുകളും ബാക്കിയുള്ളത് കാരണം അതിന് പ്രേക്ഷകർ കൂടുതലായിട്ട് വന്ന് കാണാനും എല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം തുള്ളൽ പോലുള്ള കലാരൂപങ്ങളുടെ മുന്നൊരുക്കങ്ങൾ കാണാനായിട്ട് ചുരുക്കമായ ആൾക്കാരാണ്
ഇതിലേക്ക് വരുന്നത്. പക്ഷെ കാണുന്നവർ വളരെ ആകാംക്ഷയോടാണ് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന ഒരു ധാരണയോടുകൂടി തിരിച്ചു പോരുന്നത്. അപ്പോൾ ഇത്രയും മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് നമ്മൾ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് വരുന്നത്. വേദിയിൽ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് പരിപാടിക്ക് ശേഷം കിട്ടുന്ന ഒരു സ്വീകരണങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് തുറവൂരമ്പലത്തിൽ പരിപാടി ചെയ്തപ്പോൾ ആ വേദിയിൽ നിന്നും ഒരു പ്രായമായൊരമ്മ വന്ന്, ഞാൻ കിരാതം കഥ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അർജുനൻ ശിവനുമായി യുദ്ധം ചെയ്ത് നിലത്ത് വീണ് കിടക്കുമ്പോൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ഓടി അടുത്ത് വന്ന ഒരു ഏറ്റവും പ്രായമായൊരു അമ്മ. അവരെ പ്രേക്ഷകരിൽ നിന്ന് വന്നിട്ട് പ്രേക്ഷകരെല്ലാം കൂടെ പിടിച്ചു മാറ്റുകയായിരുന്നു. അത് ആ പുള്ളി അഭിനയിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അമ്മ എന്നോടുള്ളൊരു സ്നേഹം കൊണ്ട് ഓടി വന്നതാണ്. അപ്പോൾ എനിക്കത് മറക്കാൻ പറ്റില്ല. കാരണം അതിന് ശേഷം അവരെൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ പൊക്കി മോനെ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ എന്നെ തടഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞു, അമ്മേ ഞാനത് അഭിനയിച്ചതാണ്, അല്ലെങ്കിൽ ഞാനത് ആ കഥയിലുള്ളതാണ് എന്ന് പറഞ്ഞപ്പോഴും അവർ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചത്. അത് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അത് എല്ലാ പ്രേക്ഷകരും അത് കാണുകയും അവരത് സന്തോഷത്തോടെ എൻ്റെ പറയുകയും ചെയ്തപ്പോൾ എനിക്കതൊരു വലിയൊരു അനുഭവമാണ്. ഒത്തിരി അനുഭവങ്ങൾ ഇങ്ങനെ വേദികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം വളരെ ചെറിയ കാലഘട്ടം തൊട്ട് ഞാൻ തുടങ്ങിയപ്പോൾ പ്രേക്ഷകർ പലരും സമ്മാനങ്ങളും മറ്റ് എൻ്റെ ചെറിയ കാലഘട്ടങ്ങളിൽ വളരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 5 വയസ്സിലും അല്ലെങ്കിൽ 6 വയസ്സിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിത്വവും ആ ഓമനത്വവും കൊണ്ട് പ്രേക്ഷകർ എന്നെ സ്വീകരിക്കുകയും എടുത്തുകൊണ്ട് പോയി കളിപ്പാട്ടക്കടയിൽ കൊണ്ടുപോയി കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിത്തന്നിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. തുള്ളലിൽ എൻ്റേതായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവതരണത്തിലെ മാറ്റങ്ങൾ. ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നാണല്ലേ ചോദ്യം. ആ ചോദ്യങ്ങളിൽ തീർച്ചയായും ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ തന്നെയാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഇപ്പം തീർച്ചയായും ആശാൻ്റെ ഒരു ഘടകം അതിൻ്റെ അകത്തുണ്ട്. എന്നിരുന്നാൽ പോലും സംഗീതത്തിലെ മാറ്റങ്ങളാണെങ്കിലും അഭിനയത്തിലെ മാറ്റങ്ങളാണെങ്കിലും ഞാൻ എൻ്റെതായ രീതികൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെയും വിജയിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകും തോറും കൂടുതൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, ഇപ്പോൾ അഭിനയത്തിൻ്റെ ആണെങ്കിലും സംഗീതത്തിൻ്റെ ആണെങ്കിലും കൂടുതൽ പൂർണ്ണത കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെതായ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അഭിനയം തന്നെയാണ്. അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് പലപ്പോഴും ഒരു ഉദാഹരണം ഞാൻ പറയാം. കാരണം ഞാൻ നമ്മുടെ സാധാരണ മലയാളി പ്രേക്ഷകർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഭാഷ അറിയാത്ത അല്ലെങ്കിൽ വിദേശികർക്കും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഈ പരിപാടി ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. വെർബലി നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാധ്യമവും ഇല്ല. കാരണം നമ്മുടെ ഭാഷ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എപ്പോഴും ഒരു ബാരിയറാണ്. അപ്പോൾ അവിടെ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ അഭിനയവും നമ്മുടെ ചടുലമായ മൂവ്മെൻറ്റ്സും തന്നെയാണ്. അപ്പോൾ അതിൽ പലപ്പോഴും അഭിനയത്തിലൂടെ ഞാൻ ആശയങ്ങൾ കൺവേ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും. അല്ലെങ്കിൽ അഭിനയം അവിടെ അത് ചെയ്യുന്നത് കൊണ്ട് എത്രമാത്രം ഗുണമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും ഈ മലയാളികളല്ലാത്ത പ്രേക്ഷകരിലേക്ക് ഈ കലയെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവർക്കിത് മനസ്സിലാകുന്നു അഭിനയത്തിലൂടെ എന്ന് പറയുന്നതിലൂടെയാണ് അതിൻ്റെ ഒരു പൂർണ്ണത എനിക്ക് മനസ്സിലാകുന്നത്. ഈ 40 വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം വേദികളിൽ എനിക്ക് പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ കലയിലൂടെ സഞ്ചരിക്കാനും അല്ലെങ്കിൽ ഈ കല എത്തിക്കാനും കല അവതരിപ്പിക്കാനും അവസരം ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ അതുപോലെ യുവജനോത്സവ വേദികളിൽ ഞാൻ മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 85 തൊട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എൻ്റെ 1ാം ക്ലാസ് മുതൽ ഞാൻ
മത്സരരംഗത്തുണ്ട്. അങ്ങനെ കോളേജ് തലം വരെയും ഈ മത്സരരംഗത്തുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റി എന്ന് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തുള്ളൽ എന്ന കല ഇന്ന് ഒരു ആയിരക്കണക്കിന് വേദിയിൽ എനിക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ അവാർഡുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ 91-93 അതിൽ ഫസ്റ്റ് കിട്ടി. അതിനുശേഷം യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞിട്ട് കേരളോത്സവം ഒരു 5-8 തവണയോളം എനിക്ക് പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് കേരള കലാമണ്ഡല പുരസ്കാരം, വടക്കൻ കണ്ണൻ നായർ പുരസ്കാരം ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഏവൂർ ദാമോദരൻ നായർ. ആദ്യം കിട്ടുന്നത് കലാസാഗർ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരമാണ്. അപ്പം അങ്ങനെ അവാർഡുകൾ ഈ ഒരു കലയ്ക്ക് അംഗീകാരമായിട്ട് ഈ ഒരു അവാർഡുകളൊക്കെയാണ്. ഇപ്പോൾ കലാമണ്ഡല അവാർഡാണെങ്കിലും നമ്മുടെ കലാസാഗർ പുരസ്കാരമാണെങ്കിലും ഏവൂർ ദാമോദരൻ നായർ പുരസ്കാരമാണെങ്കിലും അങ്ങനെ അവാർഡുകളാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എൻ്റെ തുള്ളൽ കലാജീവിതത്തിൽ കൂടെ സഹകരിക്കുന്ന കലാകാരന്മാരെന്ന് പറയുന്നത് കുറച്ചധികം പേരുണ്ട്. കാരണം എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ കൂടെ പിന്നിൽ പാടിക്കൊണ്ടിരുന്നത് അമ്മയും പെങ്ങളുമായിരുന്നു. അപ്പോൾ അന്ന് മൃദംഗം വായിക്കാനായിട്ട് വയലാർ ഉണ്ടായിരുന്ന ഒരു കിത്തപ്പൻ ചേട്ടനാണ്. ചേട്ടൻ്റെ അനിയൻ കുട്ടൻ ചേട്ടൻ, അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ മധുചേട്ടൻ, എങ്ങനെയുള്ളവരായിരുന്നു ആദ്യകാലങ്ങളിൽ എൻ്റെ കൂടെ വന്നിരുന്നത്. അതിനുശേഷം ഒത്തിരി ആളുകാർ, ശ്രീചേട്ടൻ, അതുപോലെ തന്നെ മറ്റ് അനവധി, ചന്ദ്രൻകുട്ടി ആശാൻ, അങ്ങനെ ഒത്തിരി കലാകാരന്മാർ എൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എൻ്റെ കൂടെ പൂർണ്ണമായിട്ട് വരുന്നത് വയലാർ വത്സരാജ്, വയലാർ സന്തോഷ്, വയലാർ മധു. ഇവർ 3 പേരുമാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ. എന്താ പറയണ്ടേ, ഇത് ശരിക്കും പറഞ്ഞാൽ 3 കലാകാരന്മാരുടെ ഒരു ഒത്തൊരുമയുടെ ഫലമാണ് തുള്ളൽ എന്ന് പറയുന്നത്. ഓരോ കലാകാരന്മാരും അവരുടേതായ ഭാഗം കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണത വരിക. ഇപ്പം മൃദംഗം വായിക്കുന്ന സന്തോഷേട്ടനാണെങ്കിലും, അല്ലെങ്കിൽ വത്സഞ്ഞാണാണെങ്കിലും, അല്ലെങ്കിൽ പാട്ടുപാടുന്ന മധുചേട്ടനാണെങ്കിലും അവരുടെ ഭാഗം കൃത്യമായി കൈകാര്യം ചെയ്യുകയും അതിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ കല അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും തുള്ളൽ കലാകാരൻ ആയി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് ജോലികളോ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് മറ്റ് തൊഴിലുകൾ അല്ലെങ്കിൽ ഇതൊരു ഹോബിയായി മാത്രം കൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല. പൂർണ്ണമായും തുള്ളൽ എന്ന കലയിലൂടെ മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ലൈഫ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊരു വലിയൊരു അനുഭവമാണ്. പിന്നെ എന്നോട് ചോദിച്ചിരുന്നു കിട്ടിയ അംഗീകാരങ്ങൾ അതിലേറ്റവും വിലമതിക്കാനാവാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ തരുന്ന സ്വീകാര്യതയും പരിപാടി കഴിഞ്ഞ് അവരിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്നേഹവും, അല്ലെങ്കിൽ അവരെന്നെ ചേർത്ത് നിർത്തുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ, ആ ഒരു അനുഭൂതിയും, അതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്തൊരു മറ്റ് അവാർഡുകളെക്കാളും നമ്മൾ മൂല്യം കൊടുക്കുന്നത്. പ്രേക്ഷകരെന്ന് പറയുന്ന നമ്മുടെ മുന്നിൽ നമ്മളെ വളർത്തുന്ന ആ ഒരു വലിയൊരു സമൂഹം, അവർ നൽകുന്ന സ്നേഹം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം. ഇപ്പം സർക്കാർ തലത്തിലുള്ള സഹായങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കല പഠിക്കുന്നതിനുള്ള സഹായങ്ങൾ സർക്കാർ തലത്തിലുണ്ട്. ഇപ്പം കലാമണ്ഡലം, അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകങ്ങൾ, അതുപോലെ ഒത്തിരി സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ കീഴിൽ കലാപഠനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ അധ്യാപകരായിട്ട് കയറുന്ന കലാകാരന്മാരുടെ എണ്ണം വളരെ തുച്ഛമാണ്. അതിനുശേഷം കലാകാരന്മാർക്ക് അവതരണത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. കാരണം ഓരോ പഠനങ്ങൾ കഴിയുമ്പോൾ പഠിച്ചിറങ്ങുന്ന കലാകാരന്മാരെല്ലാവരും കലാകാരന്മാരായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. പലരും മറ്റ് തൊഴിലുകൾ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. കലയോടൊപ്പം തന്നെ മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അതല്ല, കല കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ട്, പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് മറ്റു തൊഴിലിലേക്ക് വ്യാപരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കലാകാരന്മാർക്ക് എല്ലാവർക്കും അവതരണത്തിനുള്ള അവസരങ്ങളും മാന്യമായ വേതനവുമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലാണെങ്കിൽ തന്നെ ദേവസ്വം ബോർഡ് പോലത്തെ ക്ഷേത്രങ്ങളിൽ എന്ത് തരം കല അവതരിപ്പിക്കുമ്പോഴും ആ കലാകാരന് ഒരു മാന്യമായ വേതനം. കലാകാരന് സ്വപ്നങ്ങളുണ്ട്, അവന് കുടുംബങ്ങളുണ്ട്. അപ്പം
അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സാമ്പത്തികമായി കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ എന്താണെങ്കിലും അപ്പം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ഇതുപോലുള്ള സർക്കാർ സംവിധാനങ്ങൾ കൂടെ ചേർന്ന് നിർത്തിക്കൊണ്ട്, കലാകാരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും തോറും അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടെ ചിന്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്നത്. എൻ്റെ കുടുംബം ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മ അവരാണ് എന്നെ ഈ കലയിൽ നിലനിർത്താൻ പ്രാപ്തനാക്കിയത്. അവരുടെ ഒരു സപ്പോർട്ട്. കാരണം നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ തോന്നുന്ന ആകാംക്ഷ എന്തിനോടും തോന്നാം. ഒരു കളിപ്പാട്ടം കാണുമ്പോൾ തോന്നാം, അല്ലെങ്കിൽ അപ്പം കാണുന്ന എന്തിനോടും നമുക്ക് ആകാംക്ഷ തോന്നാം. ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പേരൻസ് അവർ നൽകുന്ന സപ്പോർട്ടാണ് നമ്മളെ ഇതിലേക്ക് എത്തിക്കുക. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുള്ളൽ എന്ന കല കാണുന്നു. ഒരു കുട്ടി എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ആകാംക്ഷ അത് എന്നിലേക്ക് ആ കലയെ കൊണ്ട് എത്തിച്ചു തരാനായിട്ട് അവരിട്ട എഫർട്ടാണ് ഞാൻ എന്ന് പറയുന്ന ഈ കലാകാരൻ. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ ജി പത്മനാഭൻ, അമ്മ MK ശാരദാമണി, രണ്ടുപേരും അധ്യാപകരായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കലയിലേക്ക് വരുന്നത്. കൂടെ എൻ്റെ പെങ്ങളുമായ പുള്ളിക്കാരത്തെ എൻ്റെ കൂടെ തന്നെ എൻ്റെ പിൻപാട്ടുകാരിയായും ചേച്ചിയും പഠിച്ചിട്ടുണ്ട് തുള്ളൽ. അപ്പം അങ്ങനെ ആ ഒരു കലാജീവിതത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു തുള്ളൽ കലാകാരൻ അല്ലെങ്കിൽ മരുത്തോർവട്ടം കണ്ണൻ എന്ന ലേവലിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഇപ്പോൾ ഞാൻ മാരീഡാണ്. അപ്പോൾ വൈഫ് രമ്യ, 2 മക്കളാണ് എനിക്ക്, ദേവനാരായണനും ഹരിനാരായണനും. ദേവനാരായണൻ +2 വിദ്യാർത്ഥിയാണ്, ഹരിനാരായണൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് കലാജീവിതവും ജീവിതവും ഒന്നിച്ച് കൊണ്ടുപോകുന്നു. ഞാൻ വളരെ സന്തോഷം. കാരണം സച്ചിനെ ഞാൻ പരിചയപ്പെടുന്നത് തുറവൂർ മഹാക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് എൻ്റെ പരിപാടി കാണാനായിട്ട് യാദൃശ്യമായിട്ട് വരുന്ന സച്ചിനെയാണ് ഞാൻ കാണുന്നത്. അവിടുന്ന് കിട്ടിയ സൗഹൃദമാണ്. അപ്പോൾ സച്ചിൻ്റെ യൂട്യൂബ് ചാനലാണ് സച്ചിൻ കായ്പ്രം. അപ്പോൾ അതിലൂടെ എന്നെയും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് സച്ചിൻ്റെ ലക്ഷ്യം. അത് വളരെ സന്തോഷത്തോടെ സച്ചിൻ കുറച്ച് ദിവസങ്ങളായി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളും നോക്കി അങ്ങനെ തുറവൂർ ക്ഷേത്രത്തിൽ തന്നെ എത്തി ഇവിടെ വെച്ചിട്ടാണ് ഈ ഷൂട്ട് നടത്തുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും സച്ചിനും സച്ചിൻ്റെ ചാനലിനും അതുപോലെ തന്നെ എന്നെ ഈ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചതിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അച്യുതനേ അരവിന്ദാചാര്യ, അച്യുതനേ അരവിന്ദാചാര്യ, കടൽ വർണ്ണ ശരണം ശരണം. കൃഷ്ണ 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 നന്ദി നന്ദി നമസ്കാരം. തിരുവനന്തപുരത്ത് ക്ഷേത്രകലയായ ഒരു ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുവാൻ അവസരമുണ്ടാക്കുന്ന ഭാരമായുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ